വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ വളരെ എന്റെ ഭാഷ തലകെടുപ്പോടെ നിൽക്കുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. മോശയുടെ പഞ്ചഗ്രന്ഥം പോലെ സങ്കീർത്തന പുസ്തകത്തെ 5 പുസ്തകങ്ങളായിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഇതിലെ സിംഹഭാഗ സങ്കീർത്തനങ്ങളും നമുക്കറിയാം, നിങ്ങൾക്കറിയാം, ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങളാണ്. പ്രിയ പൗലോസ് സാറൊക്കെ നന്നായിട്ട് ഇതൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഈ 150 സങ്കീർത്തനങ്ങളിൽ ഏതാണ്ട് 100ഓളം സങ്കീർത്തനങ്ങളും ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങളാണ്. പിന്നീടുള്ള സങ്കീർത്തനങ്ങളെ ആസാഫ് എഴുതിയ സങ്കീർത്തനമുണ്ട്. ലേവി ഗോത്രത്തിൽ കോരയ്ക്ക കുലത്തിൽ ബേരയ്ക്കാവിന്റെ മകനാകുന്ന ആസാഫിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങൾ. യദുദൂൻ ചമച്ച സങ്കീർത്തനവും ഇതിനകത്ത് ചെലുത്തിയിട്ടുണ്ട്. ശലോമോനാൽ എഴുതപ്പെട്ടതായ സങ്കീർത്തനവും ഇതിന് അകത്ത് നമ്മൾ കാണുന്നുണ്ട്. കോരഹിന്റെ പുത്രന്മാര് 3 പേര്, അസൂർ, എൽക്കാന്, അബിയാസാബ്. പുറപ്പാട് 6:24 3 പേരുകൾ പരാമർശിക്കുന്നുണ്ട്. എടുത്തെങ്കിൽ ഒന്ന് പെട്ടെന്ന് വായിച്ചു. 6:24 പുറപ്പാട്. കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാബ്. കോരഹിന്റെ പുത്രന്മാര് അസൂർ, എൽക്കാന്, അബിയാസാബ് 3 പേര്. അപ്പൊ ഇവര് ചേർന്ന് ചില സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇസ്രായേലിലെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹറോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ അഹറോന്റെ അനുജനാകുന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ വളരെ വിലപ്പെട്ട പ്രാർത്ഥനയാണല്ലോ 90-ാം സങ്കീർത്തനം. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇത് മിക്കവരും വായിക്കാറില്ല. 91 മിക്കവരും വായിക്കുന്നത്. എന്നാൽ 90-ാം സങ്കീർത്തനം മോശയുടെ പ്രാർത്ഥനയാണ്. വളരെ അർത്ഥസമ്പുഷ്ടമായ വരികളും വാക്കുകളുമാണ്. 91-ാം സങ്കീർത്തനത്തെ പറ്റി വേദപണ്ഡിതാക്കളിൽ ചിലര് പറയുന്നത് യോശുവ എഴുതിയ സങ്കീർത്തനമാണ്. അങ്ങനെ സങ്കീർത്തനങ്ങളുടെ നീണ്ട പട്ടിക, പേര് പറയാത്ത സങ്കീർത്തനങ്ങളുണ്ട്. നമുക്കറിയാം, സങ്കീർത്തനം പഠിപ്പിക്കുന്നവർ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. അജ്ഞാത സങ്കീർത്തനം, ആരോഹണ സങ്കീർത്തനം, അവരോഹണ സങ്കീർത്തനം, ശാപസങ്കീർത്തനങ്ങള്, മശീക സങ്കീർത്തനങ്ങള്, ഇടയ സങ്കീർത്തനങ്ങൾ, പ്രേമ സങ്കീർത്തനങ്ങൾ, പിന്നെ ഇരട്ട സങ്കീർത്തനങ്ങൾ. ഇങ്ങനെ സങ്കീർത്തനങ്ങളുടെ വളരെ പട്ടികയുണ്ട്. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് 2-ാം സങ്കീർത്തനം 12-ാം വാക്യമാണ്. ഈ 2-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. ഈ 2-ാം സങ്കീർത്തനം ആരാണ് എഴുതിയത് എന്ന് വ്യക്തമായ തെളിവ് അതിന്റെ തലക്കെട്ടില്ല. എന്നാൽ തിരുവെടുത്ത് പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഈ സങ്കീർത്തനം എഴുതിയത് ദൈവത്തിന്റെ ദാസനായ ദാവീദാണ്. ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയത് എന്ന് വ്യക്തമായ തെളിവുണ്ട്. ആദിമസഭയ്ക്ക് പീഡയുണ്ടായി. ആ പീഡയുണ്ടായപ്പോൾ ആദിമസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ 2-ാം സങ്കീർത്തനം ഉരുവിട്ടാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കുന്നവരോടൊരു കാര്യം പറയാം. വിശേഷിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ സന്ദർഭോചിതമായിട്ട് വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കണം. അതിന് വചനം പഠിക്കണം. നമുക്ക് ആ കൂടെ 3 വാക്യം മിക്കവർക്കറിയാം. സഭായത്തിനാന്തലല്ലേ എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്ന് അങ്ങ് പൊളിക്കാവാ. അത് തെറ്റാന്നല്ല, നല്ല വാക്യമാണ്. പിന്നെ ഞാൻ എന്റെ കണ്ട് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, അത് നല്ല വാക്യമാണ്, അത് കുഴപ്പമില്ല. പിന്നെ പറയും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ. ഇത് കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പറെ കാണാനും ഇരിക്കുക. അപ്പൊ ഇങ്ങനെ 3-4 വാക്യങ്ങൾ. പിന്നെ ചില ബന്ധുക്കോസുകാര് കൊള്ളിച്ചു പറയും, യഹോവ എന്നോട് വാദിക്കുന്നവരോട് അമ്മായിയമ്മ മരുമകളെ നോക്കി, മരുമകൾ അമ്മായിയമ്മയെ നോക്കി, ഈ വീട്ടുകാരെ ആ വീട്ടുകാരെ നോക്കിയൊക്കെ കൊള്ളിച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെ ഏതാനും ചില വാക്യങ്ങള് വർഷങ്ങളായിട്ട് പഠിച്ചു വെച്ചിരിക്കും. ഇതെല്ലായിടത്തും അങ്ങ് ഇറക്കുക. എന്നാൽ തിരുവെടുത്ത് നന്നായിട്ട് പഠിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ദൈവ നടത്തിപ്പിൽ സന്ദർഭോചിതമായിട്ട് വാക്യങ്ങൾ ഉരുവിട്ട് ഉച്ചരിച്ച് പ്രാർത്ഥിച്ചാൽ വചനത്തിന് ശക്തിയുണ്ട്. അപ്പോൾ ആദിമസഭയ്ക്ക് പീഡയുണ്ടാകാൻ കാരണം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ നിന്ന് മുടന്തൻ സൗഖ്യമായി. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, 2 പേരും കൂടെ. അതാ ശുശ്രൂഷയുടെ ഐക്യതയാണ്.
അതുകൊണ്ട് അവന് സൗഖ്യവും കിട്ടി. ഇന്ന് എല്ലാവരും ഒറ്റയ്ക്ക് നോക്കാൻ നടക്കുക. രണ്ടുപേരോട് ഒന്നിച്ച് നോക്ക്. എല്ലാവരും ഒറ്റക്കണ്ണന്മാരാ. പണ്ട് ഒരു ഒറ്റക്കണ്ണൻ ജോർച്ചാനുണ്ടായിരുന്നു. കണ്ടാ തോന്നും രണ്ട് കണ്ണും കാണാന്ന്, പക്ഷെ ഒറ്റക്കണ്ണേ കാണാം. ഇങ്ങനെ നോക്കും. അപ്പം ഒറ്റയ്ക്ക് നോക്കിയാലൊന്നും നടക്കില്ല. ശുശ്രൂഷയുടെ ഐക്യതയാണ്. ഇന്ന് ഞാൻ സഹിതം പലരും പറയും, കർത്താവേ വേവുകുട്ടി നോക്കുമ്പോൾ ഒന്നും നടക്കരുത്. ഞാൻ നോക്കുമ്പോൾ എല്ലാം, അതുകൊണ്ടൊന്നും നടക്കുന്നില്ല. വേവുകുട്ടി നടക്കുന്നില്ല, പുള്ളി നടക്കുന്നില്ല. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി അവനോട് പറഞ്ഞു, നീ ഞങ്ങളെ, അത് വലിയ പ്രാഗൽഭ്യം ഉണ്ടല്ലോ കോള്, നീ ഞങ്ങളെ, നമ്മളാരും അത് പറഞ്ഞു, നമ്മളെല്ലാം പറഞ്ഞ് മേളിലോട്ട് നോക്കിക്കോണേ, ഷീറ്റ് കാണുന്നുണ്ട്, അല്ല എന്നെ കാണാനാ, ഞങ്ങളെ നോക്കേ. ഞങ്ങളെ നോക്കാനും ഉണ്ട്, നോക്കിയാൽ പലതും പഠിക്കാനും ഉണ്ടതാ. നീ ഞങ്ങളെ നോക്കേ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. അന്നേരം സൗഖ്യമായവൻ തുള്ളി ചാടി പള്ളിക്കകത്ത് ചെന്നു. അവനെ തുള്ളിച്ചൊന്നുമില്ല, അവൻ തുള്ളിക്കോളും. ഇപ്പം നമ്മൾ എല്ലാവരും അങ്ങ് തുള്ളിപ്പിക്കുക. ഈ തുള്ളൽ പ്രസ്ഥാനം കുഞ്ചൻ നമ്പ്യാരുടെയാണ്, ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയതാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ മിഴാവ് കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചാക്യാര് കൂത്ത് പറയുമ്പം പാവത്താൻ ഉറങ്ങിപ്പോയി. അപ്പൊ ചാക്യാര് പുള്ളിയെ ആക്ഷേപിച്ച് സദസ്സ് വെച്ച് പരിഹസിച്ചു. ദുഃഖവും അരിശവും മനോവേദനയും എല്ലാം കൂടെ വർദ്ധിച്ചപ്പോൾ പുള്ളി അവിടെ പോയിരുന്ന കല്യാണ സൗഗന്ധികം രാത്രി എഴുതി ക്രമപ്പെടുത്തി. പിറ്റേന്ന് അപ്പറെ ചാക്യാര് ആലമ്പലത്തിൽ കൂത്ത് കാണുമ്പോൾ പുള്ളി ഇപ്പറ ഇരുന്ന് തുള്ളൽ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചു. കല്യാണ സൗഗന്ധികം. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്നവർക്കടാ നീ അങ്ങ് മാറിക്കിടാശടാ ദുർഘട സ്ഥാനത്ത് വന്ന് കിടക്കുവാൻ പഠിച്ചില്ലയോ? മർക്കടാ എന്ന് അങ്ങ് ആക്ഷേപിച്ചു. പുള്ളിയും തലേന്ന് അങ്ങനെ തന്നെ. അപ്പൊ അതിന് പുള്ളി മറുകണ്ഠം പൂട്ടി. മുഷ്കരന്മാരുണ്ട്. പണ്ടോരു മർക്കടത്താനല്ലയോ പാന്തികണ്ഠൻ എന്നുണ്ടായ നഗ്ധൻ ചരേന്ദ്രനെ വാലുകൊണ്ട് ആശു വരഞ്ഞു കെട്ടി സദാ 4 സമുദ്രങ്ങൾ ചാടിക്കിടന്നതും മറ്റൊരു ദേഹം മകവാരി രാശിയെ സത്വരം ചാടിക്കിടന്ന് ഞാൻ അജ്ഞസാശങ്ക കൂടാതെ നിശാചരവീരന്റെ ലങ്കയിൽ പുക്ക് ഭയങ്കരന്മാരായ കിങ്കരന്മാരെ പലരെ വധിച്ചതും തൻ കേളികാനനം തല്ലിത്തകർത്തതും ഹുങ്കാരമോട് രണത്തിനൊരുങ്ങിയ ലങ്കേശപുത്രന്റെ ഖണ്ഡം മുറിച്ചതും കൊള്ളിച്ചങ്ങോട്ട് എഴുതി. പങ്കേര് കാക്ഷിയാം വൈദേഹി തന്നോട് സങ്കലേശമെല്ലാം പറഞ്ഞു കളഞ്ഞതും യുദ്ധത്തിനെത്തിയ നഗ്ധൻ ചരേന്ദ്രന്റെ തേർത്തട്ടിലമ്മാർ ചാടിക്കരയിട്ട് ചണ്ടമായുള്ള ഒരു പാണീതലം കൊണ്ട് ഖണ്ഡസ്ഥലങ്ങളിൽ താടനം ചെയ്തതും മാനമുള്ള ആളുകൾ ഞങ്ങളുടെ ജാതിയിൽ ഞാൻ അറിയുന്നോർ പലരുണ്ടു പാണ്ഡവ. ഇത് പുള്ളി അങ്ങോട്ട് നല്ല വൃത്തത്തിൽ അങ്ങോട്ട് ചുമം ചാക്യാറിന്റെ അവിടെ ഇരുന്ന ആൾക്കാരെല്ലാം കൂടെ ഇവിടെ. പിന്നെ തുള്ളലിന്റെ അയ്യര് കളിയായിരുന്നു. അപ്പൊ ഇത് കുഞ്ഞൻ നമ്പി ആരായി നമ്മൾ സ്കൂളിൽ പഠിച്ചതാ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? അപ്പൊ ആനുസർ പഠിച്ച പിള്ളേർ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കും. അതിന് ഇളക്കവും ഒന്നും വേണ്ട. സൗഖ്യം പ്രാപിച്ചവൻ തുള്ളിച്ചാടി ദൈവാലയത്തിന്റെ ഉള്ളിൽ ചെന്നു. അതിനോട് ബന്ധപ്പെട്ട് പ്രശ്നമായിരുന്നു. ഇതിന് കാരണക്കാരായ പത്രോസിനെ യോഹന്നാനെ പിടിച്ച് നടുവ് നിർത്തി ശാസിച്ചു, മിണ്ടരുത്, ഈ നാമത്തിൽ ഇവിടെ മിണ്ടിപ്പോകരുത്. ഇങ്ങനെ പീഡയേറ്റ ദൈവദാസന്മാർ പൊടുന്നനെ സഭയിൽ വന്ന് തങ്ങൾക്കുണ്ടായ പീഡയെ പറ്റി ആദിമ സഭയിൽ അറിയിച്ചു. അന്നേരം അവര് പറഞ്ഞു, നമുക്ക് മെമ്പറിനെ കാണാം, MLA കാണാം, MP കാണാം. നിനക്ക് വല്ല ഗുണവും വരുന്ന മോളിന്ന് ആണെന്ന്. എടാ, ഉന്നതന് മീതെ ഒരു ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കുക. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ ദൈവമാണ്. ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് കൊടുത്തു, പക്ഷേ നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്നവൻ ദൈവമാണ്.
അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ 2-ാം സങ്കീർത്തനം ഉച്ചരിച്ചാ പ്രാർത്ഥിച്ചത്. 4:23 മുതൽ എന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 23 അല്ലേ ഒന്ന് വായിച്ചേ. ശേഷം അത് തന്നെ അടുക്കൽ ചെന്നു മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലഹിക്കുന്നു. ഇത് 2-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ്. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. ഇത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ. അടുത്ത വാക്യം, ജാതികൾ കലഹിക്കുന്നത്. ഇത് 2-ാം സങ്കീർത്തനം 1-ാം വാക്യം ഉരുവിടുക. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായതും നിരൂപിക്കുന്നത് എന്ത്? ഭൂമിയിൽ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ. അപ്പൊ തെളിഞ്ഞു ഈ 2-ാം സങ്കീർത്തനം ദാവീദായി. ഇനി ഇത് ഓർഡറിൽ തന്നെ 2 കൊണ്ട് വാക്യം. ഈ 2-ാം സങ്കീർത്തനം എഴുതിയത് ദാവീദാ. ഓർഡർ പഠിക്കുമ്പോഴും ഇത് 2-ാം സങ്കീർത്തനമാ. അത് പൗലോസ് തെളിയിക്കുന്നുണ്ടല്ലോ. പൗലോസിന്റെ പ്രസംഗവേളയിൽ എല്ലാം എടുക്കുന്നില്ല, അല്ലല്ല 13:30 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 13:30 പെട്ടെന്ന് വായിര്, ഓടിച്ചു വായിര്. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ 2-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം കൂടെ വായിച്ചെങ്കിലേ ഇത് ശരിയാകുള്ളൂ. ആദ്യം 2:7 വായിച്ചേ. 2:7 ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് മശികേയ സങ്കീർത്തനമാണ്. അപ്പൊ 2:7 പറയുക, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ എന്ന് പറഞ്ഞാൽ യേശു വീണ്ടും ജനിച്ചെന്നല്ല അതിന്റെ അർത്ഥം. ഒറ്റ വാക്ക് പറഞ്ഞാൽ പൗലോസ് തെളിയിച്ചത് മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ. ആ വിഷയമാണ് 30-ാം വാക്യത്തിൽ തെളിയിക്കുന്ന. വായിര് 13:30 മുതല്. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന് മുൻപാകെ അവന്റെ സാക്ഷികളാകുന്നു. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അടുത്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനം. അപ്പൊ ക്ലിയറായി 2 തന്നെയാണ്, തെറ്റിയിട്ടില്ല. 1-2 ഇത് 2-ാം സങ്കീർത്തനമാണെന്ന് പൗലോസ് തെളിയിക്കുകയും ചെയ്തു. ആ 7-ാം വാക്യം അവൻ യേശു വീണ്ടും ജനിച്ചെന്നുള്ളതല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഏകജാതനായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന്റെ മഹത്വം. ഈ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ 2-ാം സങ്കീർത്തനം ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. 1-2 കാര്യം പറഞ്ഞ ഭാഗം ഇടാം. ഇവരെല്ലാം ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നവരും വേറെ വിഷയത്തിൽ അഗാധ ജ്ഞാനമുള്ളവരാ. ഞാൻ എന്തെങ്കിലും തെറ്റിക്കുകയാന്ന് ക്ഷമിച്ച് ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഇവിടെ ഈ 2-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം വേദപഠിതാക്കൾ പറയുന്നത്, ദാവീദാ ഇത് എഴുതിയത്. ഇതിന്റെ പശ്ചാത്തല ഭാഗം ഇസ്രായേലിലെ 2-ാമത്തെ രാജാവായി ദൈവം ദാവീദിനെ അഭിഷിക്തനായി നിയമിച്ചു, അവരോധിച്ചു. അപ്പൊ ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾക്കെല്ലാം ഒരു ക്രമീകരണം ഉണ്ടാകുന്നത്. തന്നെയല്ല പെട്ടകമൊക്കെ ദാവീദാ കൊണ്ടുവന്നത്. ഇങ്ങനൊരു വാക്യമുണ്ട്, ശൗലിന്റെ കാലത്ത് അതിന് ഗണ്യമാക്കില്ല. പുള്ളിക്കാരൊന്നും നേരവും ഇല്ല. പുള്ളി എപ്പോഴും ഇങ്ങനെ ഈ മാതളപ്പഴമൊക്കെ തിന്ന് കാറ്റുമൊക്കെ കൊണ്ട് ഇങ്ങനെ പരുവക്കേടി കിടക്കും. ഒന്നാതെ ഭൂതവാ.
14:1 വായിച്ചേ. ശാമുവേലിന്റെ 1-ാം പുസ്തകം 14:1. ഇന്ന് വാക്യം വായിച്ച് ചൂപ്പാട് വരും ചാടിക്കടാന്ന് വായിക്കണം. ഒരുങ്ങിയിരുന്നോണം. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകനോട് വരിക. ആയുധവാഹകനായ ബാല്യക്കാരനോട് വരിക, നാം അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിന് നേരെ ചെല്ലുക എന്ന് പട്ടാളത്തിന് നേരെ നമുക്ക് ചെല്ലണം. അടുത്തത് അവൻ അപ്പനോട് പറഞ്ഞില്ല. യോനാഥാൻ അപ്പനോട് പറഞ്ഞില്ല. ശൗലിനോട് പറഞ്ഞില്ല. അടുത്തത് ശൗൽ ഗിബെയുടെ അതിരിങ്കൽ മിഗ്രോനിലെ മാതള നാരകത്തിന് കീഴിലിരിക്കുകയാണ്. മാതളങ്ങയൊക്കെ അടിച്ച് പെരുത്ത് തോടുമെല്ലാം തേനിനകത്ത് ചാലിച്ച് കവളയിൽ കരിമങ്ക കളയാൻ ആർക്കും ഒന്നും അറിയാൻ മേല. എല്ലാം പരിശുദ്ധര്. ജ്യൂസുമൊക്കെ അടിച്ച് പുള്ളി ഇങ്ങനെ ഇരിക്കുക. കാറ്റുമൊക്കെ കൊണ്ട് ഫെലിസ്ത്യ പട്ടാളം കയറി ദേശം കൈയടക്കുക. ഇയാളിതൊന്നും പുള്ളിക്കുന്നൊന്നും വിഷയമല്ല. അതിന് കാരണമുണ്ട്. 18:11 മുതലൊന്ന് വായിച്ച്. ശാമുവേലിന്റെ 1-ാം പുസ്തകം 18:11 മുതൽ കണ്ണിക തുടങ്ങുന്നത് മുതൽ. പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. അതാ പുള്ളി ഇതൊന്നും ഗണ്യമാക്കാത്ത. പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. ഉറഞ്ഞു പറഞ്ഞെന്ന് അടുത്ത വാക്യം വായിരും. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു. എന്തുവാ പറഞ്ഞെന്നുള്ളത് നമുക്ക് പൊതുവെ പറയാനൊക്കത്തില്ല. മിക്കവാറും അങ്ങനെയൊക്കെ നമ്മുടെ ആൾക്കാരും ഉണ്ട്. ഉറഞ്ഞു പറയുന്ന ആളെ കമ്മിറ്റി കൂടുമ്പോഴാ കണ്ടവാന് നിനക്ക് ഭൂതവാ. ദൈവത്തിന്റെ പക്കം ദുരാത്മാവ് ഇവന്റെ മേൽ ബാധിച്ച് ഇവൻ അരമനക്കകത്ത് ഉറഞ്ഞു പറയുക. പിച്ചുമ്പയൊക്കെ ആയി പറയാൻ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് ഈ പെട്ടകമൊന്നും വലിയ വിഷയമല്ല, ഗണ്യമാക്കുന്നില്ല. അതുകൊണ്ട് പുള്ളി മിഗ്രോനിൽ മാതള നാരകത്തിന്റെ കീഴിൽ പോയി ഇരിക്കുക. പക്ഷെ യോനാഥാൻ അങ്ങനല്ല, മിടുക്കനാ. അവൻ നേരെ അങ്ങോട്ട് പോയി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, എന്നാൽ ദാവീദിന്റെ കാലത്തായി ഇതിനെല്ലാം ഒരു ക്രമീകരണം വരുത്തുന്നത്. മില്ലോ പണിതു, സംഭാര നഗരം പണിതു, കോട്ട പണിതു, ആഭ്യന്തരത്തെ സുസജ്ജമാക്കി. പിന്നീട് മുൻപോട്ട് പഠിച്ചു വരുമ്പോൾ ആരാധനയ്ക്ക് ഒരു ക്രമീകരണം വരുത്തി, പാട്ടുകാരെ നിയമിച്ചു, ആസാഫിനെ തലവനാക്കി, പുരോഹിതന്മാരെ കൂറിന്റെ ക്രമത്തിൽ അബിയാക്കൂർ മുതൽ സെക്കറിയ കൂർ വരെ 24 കൂറിന്റെ ക്രമത്തിൽ ശുശ്രൂഷക്കാരെ നിയമിച്ചു. എല്ലാത്തിനും ഓർഡറാക്കി. ഇതെല്ലാം ക്രമീകരണം എടുത്തിട്ട് ദാവീദ് പറഞ്ഞു, ഞാൻ സിയോൻ കോട്ട പിടിക്കാൻ വരുവാന്ന് പറഞ്ഞു. സിയോൻ കോട്ട. അന്ന് സിയോൻ കോട്ടയ്ക്കകത്ത് യബൂസ്യരാണ് കുടുങ്ങിയിരിക്കുന്നത്. അപ്പൊ ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അന്ന് സിയോൻ കോട്ടയ്ക്കകത്തുള്ള യബൂസ്യരെല്ലാം കൂടെ പറഞ്ഞ് ദാവീദ് ഇവിടെ കിടക്കത്തില്ല. അവനതിനുള്ള കെൽപ്പും കടയൊന്നുമില്ല, പിന്നെ അവനിവിടെ വരികയല്ലെന്ന് പറഞ്ഞു. അതെന്നാ എടാ, അവനിവിടെ വന്നാൽ നമ്മൾ ആരോഗ്യമുള്ളവരാരും പോകണ്ട, ഇവിടുത്തെ ഞൊണ്ടന്മാരെ അങ്ങോട്ട് വിട്ടാൽ മതി. ഇവിടുത്തെ ഞൊണ്ടനുള്ളതേ ഉള്ളത് ദാവീദ്. തന്നെയല്ല, കണ്ണ് കാണുന്ന ഒന്നും പോകണ്ട, പൊട്ടക്കണ്ണന്മാരെ വിട്ടാൽ മതി. കണ്ണ് കാണാത്തന്നെ അടിക്കാനുള്ളതേ ഉള്ളത് ദാവീദ്. ഇവിടുത്തെ മുടന്തന്മാരും കുരുടന്മാരും വായിച്ച് 5:5 വായിര്. 5:5 ശാമുവേലിന്റെ 2-ാം പുസ്തകം 5:5 പെട്ടെന്ന് വായിര്. അവൻ ഹെബ്രോനിൽ യഹൂദയ്ക്ക് 7 സംവത്സരം, ഹെബ്രോനിലെ 7 വർഷവും എല്ലാ ഇസ്രായേലിനും കൂടെ ഒരു 33. അങ്ങനെ 33 7 40. ഇനി അടുത്ത വാക്യം വായിര്. രാജാവും അവന്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്ത് നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. ആ ദേശത്തിലെ നിവാസികളാകുന്ന യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. അപ്പൊ ഈ കനാനിൽ കുടിയിരിപ്പ് ശക്തികൾ ഒത്തിരി ഉണ്ട്. ഹിർവ്യരുണ്ട്, അർഗ്യരുണ്ട്, പെരിസരുണ്ട്, യബൂസ്യരുണ്ട്, അമോര്യരുണ്ട്, ഹിത്യരുണ്ട്, പല വകുപ്പുകളാണ്. ഇതെല്ലാം ഇങ്ങനെ കുത്തിയിരിക്കുക, യാതൊരു ഗുണവും ഇല്ല. നമ്മുടെ യോഗത്തിന് വന്ന് വെറുതെ കുത്തിയിരുന്നേച്ച് പോകുന്ന ആൾക്കാരുണ്ട്. ഒരു കൈ അടിക്കാട്ട് പാട്ട് പാടുകാട്ട് സ്വപ്ന വന്ന് യബൂസ്യൻ ഇരിക്കും പോലെ. അപ്പൊ ഇത് കുത്തിയിരിപ്പ് കേസാണ്. നമ്മൾ റോഡൊക്കെ പോകുമ്പോൾ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഒരു ജോലി ആൾക്കാരെ എല്ലാം കൊണ്ട് വിടുന്ന കാണാം. കുത്തിയിരിപ്പ് കേട്ടോ കേസ് ഒത്തിരി ഉണ്ട്. ചില സ്ത്രീകളും അങ്ങനെ ചുമ്മാ സിറ്റൗട്ടിൽ കയറിയിരിക്കുക. എന്തെല്ലാം ജോലിയുണ്ട്, ഒരു ഗുണവുമില്ല.
അപ്പൊ ഇവിടെ യെബൂസ്യരെ കുടിയിരിക്കുക ഈ സിയോൻ കോട്ടയ്ക്കകത്ത്. അപ്പോൾ ദാവീദ് അങ്ങോട്ട് പോകുക സിയോൻ കോട്ട പിടിക്കാൻ. അടുത്ത വാക്യം. ദാവീദിനവിടെ കടപ്പാൻ കഴിയില്ല എന്ന് വെച്ച് ദാവീദിനവിടെ കടപ്പാൻ കഴിയില്ല എന്ന് വെച്ച് അവർ ദാവീദിനോട് നീ ഇവിടെ കടക്കയില്ല, നീ ഈ യെരൂശലേമിൽ കയറുകയല്ല, സിയോൻ കോട്ടയിൽ കയറുകയല്ല. കാരണം നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. നിന്നെ തടുക്കാൻ മുടന്തന്മാരും കുരുടന്മാരും മതി എന്ന് പറഞ്ഞ ആക്കമുള്ള ഒറ്റ വേണ്ട, ആക്കമില്ലാത്തവനെ ഉള്ളു. നീ കണ്ണ് കാണുന്നവനൊന്നും നിന്റെ നേരെ വന്നിട്ട് കാര്യമില്ല, കണ്ണുപൊട്ടനെ വിട്ടാ മതി, അതിനെ ഉള്ളെന്ന് നീ ആക്ഷേപിച്ചതാ. ചില തമ്മിൽ വഴക്കുണ്ടാക്കും പറഞ്ഞില്ല, ഓ ഞാൻ അതിനെ ഉപയോഗിച്ച അവനെ അവനെ ഞാൻ തല്ലാനില്ല, അല്ല അവൻ അടിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ബില്ലെന്ന് കണ്ടു, ഓ അവനെ ബില്ലെന്നേ ഉള്ളു, ഞാൻ പുറം കൈക്ക് ഒരു തട്ട് കൊടുത്താ അതിനെ ഉള്ളു, പിന്നെ തല്ലാനില്ല. അത് ആക്ഷേപിക്കുന്നതാണ്. പണ്ട് നമ്മുടെ ഒരു ഉപദേശി വേറൊരു ഉപദേശിയെ പറ്റി പേരൊന്നും പറഞ്ഞില്ല, അപ്പം പറഞ്ഞു, അച്ചായ പുള്ളി നന്നായിട്ട് ദൈവവചനം പറയും, നല്ല അടുക്കടുക്കാട്ടോ, എന്തോ ഡീപ്പാ, ഈ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ കൊമ്പ ഉടനെ പുള്ളി പറയടേ എടാ. അപ്പം ഈ നന്നായിട്ട് പറയുമെന്ന പുള്ളി വളരെ മെലിഞ്ഞ് നീളം കുറഞ്ഞ് പക്ഷെ നന്നായിട്ട് വചനം പറയും. മറ്റേ പുള്ളിക്ക് ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, വെച്ചാൽ അത് പുള്ളി നന്നായിട്ട് ദൈവം എടേ അവനൊരു വട്ട് സോഡ പൊട്ടിച്ച് കുടിക്കാനുള്ള കെൽപ്പുണ്ടോ എന്ന്. വട്ട് സോഡ പൊട്ടിക്കണമെങ്കിൽ ആക്ഷേപിച്ച് പറഞ്ഞതാ. അവനൊരു വട്ട് സോഡ പൊട്ടിച്ച് കുടിക്കാനുള്ള അവനാന്നോ ഡീപ്പായിട്ട് പറയുന്നത്. പുള്ളി ഓർത്തത് ആരോഗ്യം അനുസരിച്ചാ വചനം എന്ന് പറഞ്ഞ പോലെ ആക്ഷേപിച്ചതാ. ദാവീദ് ഇവിടെ കിടക്കത്തില്ല. ദാവീദ് ഇവിടെ കിടക്കാൻ ഇവിടുത്തെ മുടന്തന്മാരും കുരുടന്മാരും അത് തടുപ്പാൻ. അപ്പൊ ഈ പഴയ നിയമ പ്രമാണമായതുകൊണ്ട് പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണുമൊക്കെയാണല്ലോ. ദാവീദിന് ഇത് കേട്ടപ്പോൾ ശുണ്ഠിയും അരിശവും വൈരാഗ്യമൊക്കെ തോന്നി. അപ്പൊ ദാവീദ് പറഞ്ഞു, അങ്ങനെ തന്നെ ഒരു കാര്യം ചെയ്യ്, യെബൂസ്യനെ പഠിക്കട്ടെ, ആദ്യം ഇവിടുത്തെ മുടന്തനെയും കുരുടനെയും തട്ടണം. സിയോൻ കോട്ടയ്ക്കകത്ത് ഒരൊറ്റ മുടന്തനും കുരുടനും ഇനി അടിച്ചു നിരത്താൻ പറഞ്ഞു. അങ്ങനെ അടിച്ചു നിരത്തി വന്ന കൂട്ടത്തിലായില്ല നമ്മുടെ മെബീബോശത്ത് ലോദേവാരി പോയത്. അയാൾ പേടിച്ച് രക്ഷപ്പെട്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞ യെബൂസ്യര് മൊത്തം ദാവീദിനെതിരെ ഇളകി. മാത്രമല്ല അധ്യായം പഠിച്ചു വരുമ്പോൾ ഫെലിസ്ത്യരും 2 വട്ടം ഇളകി. ഇനി അതിന്റെ എല്ലാ വാക്യം എടുക്കുന്നില്ല. 18-ാം വാക്യം വായിച്ചേ. 5:18. ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ തോൽപ്പിച്ചാൽ അവർ നീർപ്പാത്തിയിൽ കൂടി കയറി ദാവീദിന് വെറുപ്പായുള്ള മുടന്തരെയും കുരുടരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യം മുടന്തരെയും കുരുടനെയും പിടിക്കാൻ. അപ്പൊ ഇത് കേട്ടപ്പോൾ യോനാഥാന്റെ മകനാകുന്ന ശൗലിന്റെ കൊച്ചുമാനാകുന്ന ദാത്രി എടുത്തുകൊണ്ട് ഓടിയപ്പോൾ 5 വയസ്സ് താഴെ വീണും മുടന്തനായ മെബീബോശത്ത് ഈ വാർത്ത കേട്ടാണ് രക്ഷപ്പെട്ട് ലോദേവാരിൽ അമ്മിയേലിന്റെ മകനാകുന്ന മാഖീരിന്റെ വീട്ടിൽ പോയത്. ഈ സന്ദർഭത്തിലാണ് പോയത്. അത് പോട്ടെ. അപ്പൊ ഈ മുടന്തനും കുരുടനെയും പിടിക്കാൻ പറഞ്ഞു. അടുത്ത വാക്യം വായില്ലേ. അതുകൊണ്ട് കുരുടരും മുടന്തന്മാരും അല്ലെന്ന് 18-ാം വാക്യം. 5:18. ഫെലിസ്ത്യർ വന്ന് വരട്ടെ വായിക്കേ. രെഫായീം താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ? ഞാൻ ഫെലിസ്ത്യന്റെ നേരെ പുറപ്പെടണോ? അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. അടുത്തത്, പുറപ്പെടുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന്. പിന്നെ ബാഗാവൃക്ഷങ്ങളുടെ ഇടയിലെ അണിയണിയായി ശബ്ദമൊക്കെ കേട്ട ചരിത്രം അറിയാം. അത് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യെബൂസ്യര് ഒന്നടങ്കം എതിർത്തു. ഫെലിസ്ത്യരും ദാവീദിന് വിരോധമായി ഒന്നിച്ചു കൂടി. ഇവരെല്ലാം കൂടെ കൂടിയേച്ച് പറഞ്ഞ് ഇവനെ വക വരുത്തണമെന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിലായി സങ്കീർത്തനം എഴുതിയത്. അതാ പറഞ്ഞത്, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായതും നിരൂപിക്കുന്നു. ഫെലിസ്ത്യ ശക്തികൾ മുഴുവൻ, ഫെലിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട ഇനമാ, എന്നാലും മൂപ്പ ശാപമാന്നേലും പിന്നെ അഹങ്കാരികളാ. ആരാ? പിന്നെ ഞാൻ വിവരിക്കുന്നില്ല. ഭയങ്കര അഹങ്കാരമാണ്. അത്താഴം വെക്കാനില്ലേ അഹങ്കാരത്തിന്. ഇത് നോഹയുടെ കൊച്ചുമക്കളാ ഫെലിസ്ത്യര്. നോഹയ്ക്ക് 3 മക്കളാ. ആരൊക്കെയാ? ശേം,
ഹാം, ആ യാഫത്ത്. നോഹിന്റെ തനയരാം, ഇത് പാട്ടല്ല കേട്ടോ, ശ്ലോകമാണ്. നോഹിന്റെ തനയരാം യാഫത്തും ശേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോകും. നോഹിന്റെ പക്കിനിയും വീടിന് കാവൽ നിൽക്കും കുക്കുരം. അത് പെട്ടകത്തിൽ കയറിയ ചരിത്രം പറയുക. അപ്പൊ നോഹയ്ക്ക് 3 മക്കളെ, ഷേം, ഹാം, യാഫത്ത്. ഷേമിന്റെ 10ാം തലമുറയാ അബ്രഹാം. ഹാമിന്റെ വംശത്തിൽപ്പെട്ടതാണ് ഫെലിസ്ത്യര്. അമ്മാമയെ പെട്ടെന്ന് വായിക്കാമോ? പേരെന്തുവാ? മിനി. വായിരു. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 10-6, 10-13, 11-ന്റെ 10, 12, 14, 16, 18, 20, 22, 24, 26, 27 മുതൽ താഴോട്ട് ആദ്യം 10-1 വായിരു. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത്. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് 3 മക്കള്. അതില് ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. 11-ന്റെ 10 വലത്തുവശത്ത് മേളിൽ 11-10 താളിഞ്ഞോട്ട് മറിച്ചു. ഷേമിന്റെ വംശപാരമ്പര്യമാവിത്. ഷേമിന്റെ വംശപാരമ്പര്യമാവിത്. ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് മുമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 12-ാം വാക്യം അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ അവൻ ശാലേഖനെ ജനിപ്പിച്ചു. 14-ാം വാക്യം ശാലേഖന് 30 വയസ്സായപ്പോൾ അവൻ ഏബരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം ഏബരിന് 34 വയസ്സായപ്പോൾ അവൻ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം പെലേഗിന് 30 വയസ്സായപ്പോൾ അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം രയൂവിന് 32 വയസ്സായപ്പോൾ അവൻ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം ഷെറൂഗിന് 30 വയസ്സായപ്പോൾ അവൻ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം നാഗോറിന് 29 വയസ്സായപ്പോൾ അവൻ തേറകിനെ ജനിപ്പിച്ചു. 26-ാം വാക്യം തേറകിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. 27 തേരഹിന്റെ വംശപാരമ്പര്യമാവിത്. തേരഹിന്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രഹാമിനെയും അബ്രഹാമെന്നില്ല, അബ്രാമിനെയും തേരകയെ അബ്രാമിനെയും നാഗോറിനെയും ഹാരാനെ ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദേരുടെ പട്ടണമായി ഊരിവെച്ച് തന്റെ അപ്പനാകുന്ന തേരകിന്റെ മുന്നേ മരിച്ചുപോയി. അബ്രാമിന്റെ നാഗോറും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. അടുത്തത് ഇസ്കായുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. അടുത്തത് സാറാ മച്ചിയായിരുന്നു, സന്തതി ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്തത് സാറായി മച്ചിയായി. അത് ഞാൻ പറഞ്ഞല്ലോ. അടുത്തത് പിന്നെ എന്തിനാ പറഞ്ഞത്? അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. തേരക്ക് തന്റെ മകനാകുന്ന അബ്രഹാമിനെയും തന്റെ ഹാരാന്റെ മകൻ തന്റെ പൗത്ര ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായിയും കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്നവിടെ പാർത്തു. തേരകിന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരക് ഹാരാനി വെച്ച് മരിച്ചു. പുള്ളി അവിടെ മരിക്കട്ടെ. അപ്പൊ ഇത് അബ്രാമ്യ പാരമ്പര്യമാണ്. നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാഫത്ത്. അതിന്റെ ഷേമിന്റെ 10ാം തലമുറ അബ്രഹാം. ആദാം മുതൽ നോഹ വരെ 10 തലമുറയും, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറയും, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 എന്നാ സാധാരണ കണക്ക്. സൂക്ഷ്മമായി പഠിച്ചാൽ വേറെ ചില കാര്യങ്ങളുണ്ട്. എന്തായാലും കൊള്ളാം. നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാഫത്ത്. ഷേമിന്റെ 10ാം തലമുറ അബ്രഹാം. ഇനി രണ്ടാമത്തവൻ ഹാം. ഹാമിന് 4 മക്കളാ. 10-6 വായിച്ച ഉൽപ്പത്തി 10-6. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര്. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. അത് രണ്ടാമത്തവൻ മിസ്രയീം. മിസ്രയീമിന് 6 പിള്ളേര്. 13-ാം വാക്യം മിസ്രയീമോ ലുദ്ദീം, അസാമീം, ലഹാബീം, അനാമീം. ആയിക്കോട്ടെ. എന്നാലും വായിച്ചു തരുന്നതിന് വലിയ ഉപകാരം. ദൈവം അനുഗ്രഹിക്കട്ടെ. മിസ്രയീമോ ലൂദി, അനാമീം, ലഹാബീം, അത്ലൂഗീം, പത്ലൂസീം, കത്ലൂസീം. 6 പേര്. അടുത്ത വാക്യം ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. ഇതാ ഫെലിസ്ത്യന്റെ ചരിത്രം. ഇങ്ങനെയുള്ള ഈ ഫെലിസ്ത്യൻ ഒന്നിച്ചു കൂടി.
ഫെലിസ്ത്യന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഫെലിസ്ത്യന് 5 പട്ടണം, 5 ക്ഷേത്രം, 5 മല്ലൻ, 5 പ്രഭു, 5 ദൈവം എന്ന്. അതുകൊണ്ടൊക്കെ ആ വേറെ പഠിതാക്കൾ ചെല്ലു പറയുന്ന പുള്ളി പോയപ്പോ 5 കല്ലെടുത്തെന്ന്. സ്തോത്രം. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പൊ 5 എന്നുള്ള കണക്കാ ഫെലിസ്ത്യന്റെ കണക്കാ. അതുകൊണ്ട് ശമൂവേലിന്റെ 1-ാം പുസ്തകം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 6:17. ഫെലിസ്ത്യർ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായി കൊടുത്തു വെച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസ്തോദിന്റെ പേർക്കൊന്ന്, ഗസയുടെ പേർക്കൊന്ന്, അസ്കലോന്റെ പേർക്കൊന്ന്, ഗത്തിന്റെ പേർക്കൊന്ന്, യക്രോന്റെ പേർക്കൊന്ന്. 5. അത് 5 പട്ടണമാണ്. ഇനി 5 പ്രഭു. ആ 18-ാം വാക്യം വായിച്ചേ. 5 പ്രഭു 18. പൊന്നുകൊണ്ടുള്ള ഉറപ്പുള്ള പട്ടണം നാട്ടുപുറങ്ങളിലെ പൊന്നുകൊണ്ടുള്ള എലികൾ. അതിന് എലിയോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നില്ലയോ? എലിപ്പനി വരും, അതുകൊണ്ടായിരിക്കാം. എന്നാലും വായിച്ചോ. പൊന്നുകൊണ്ടുള്ള എലികൾ. എന്നാളൊരാളെ വെച്ച് പൊന്നുകൊണ്ടുള്ള എലിയുടെ ഇരിപ്പ് കണ്ടാൽ മിക്കാറും പൊന്നുകൊണ്ട് തന്നെ. ആ പൊന്നുകൊണ്ടുള്ള എലികളും ഉറപ്പുള്ള പട്ടണങ്ങളും നാട്ടിൻപുറങ്ങളിലെ ഗ്രാമങ്ങളുമായി. അടുത്തത് 5 പ്രഭുക്കന്മാർ. അപ്പോൾ ഫെലിസ്ത്യർക്ക് 5 പ്രഭു, 5 ദൈവം, 5 പട്ടണം, 5 ക്ഷേത്രം, 5 മല്ലൻ. ഇവരെല്ലാം കൂടെ ഒന്നിച്ചു. ഈ 5 പട്ടണത്തിലെയും ഫെലിസ്ത്യർ ഒന്നിച്ചു. സിയോൻ കോട്ടയ്ക്കകത്തിരുന്ന യെബൂസ്യർ ഒന്നിച്ചു. ഇവരെല്ലാം കൂടെ ഒറ്റക്കെട്ട ചരട് പിടിച്ചതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്നേച്ച് പറഞ്ഞു, ദാവീദിനെ വകവരുത്തണമെന്ന്. എന്റെ വേലക്കാരോടും ബഹുമാന്യ കർത്തദാസന്മാരോട് പറയാ, ഞാൻ നിങ്ങളോട് പറയണ്ട, നിങ്ങൾക്കെല്ലാം അറിയാം. നിനക്കെതിരെ ആര് ചരട് പിടിച്ചാലും, ആര് കരുക്കൾ ഒരുക്കിയാലും, ആര് നിരൂപിച്ചാലും, ദൈവം നിന്നെ ഉയർത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ആദരിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ജാതികളുടെ നിരൂപണങ്ങളെ ദൈവം വ്യർത്ഥമാക്കും. പ്രൈസ് ദി ലോർഡ്. രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവരെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കൂടി. ഫെലിസ്ത്യര് 5 പട്ടണത്തിലുള്ളവര്. ചെറിയ കേസന്മാരെല്ലാം ഭയങ്കര ആറ്റം സൈസുകൾ. ആരാ? ഒന്നാമത്തെ ഭയങ്കര നെടുപ്പവും മയവും മര്യാദയൊന്നും. നിങ്ങൾക്കറിയാമല്ലോ പ്രകൃതി. 17:4 വായിച്ചേ അമ്മാമേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17:4. ഇവന്റെ എല്ലാം പ്രകൃതി നിങ്ങൾക്കറിയാം, എന്നാലും ഒന്ന് വായിച്ചു. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് പുറപ്പെട്ടു. അവൻ 6 മുഴോ 1 ചാണും എന്നെ പേടിച്ചിട്ട് വായിക്കാൻ നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമര. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്നു. അവൻ 6 മുഴോ 1 ചാൺ നെടുപ്പവും, അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്രം, അവൻ 5000 ശേക്കൽ തൂക്കമുള്ള താമര കവചം ധരിച്ചു. അവന്റെ കാൽച്ചട്ടിയും ചുമലിൽ താമരം കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലായിരുന്നെന്ന. കുന്തത്തിന്റെ അലക് 600 ശേക്കൽ ഇരുമ്പ്. ഒരു പരിചയക്കാരൻ അവന്റെ മുമ്പേ നടക്കട്ടെ. ഈ ടൈപ്പ് സാധനങ്ങളാ ഇവരെല്ലാം കൂടെ ദാവീദിനെതിരെ ഒന്നിച്ചത്. അല്ല, ഞാനൂലെല്ലാം കൂടെ അല്ല. എല്ലാം കൊലകൊമ്പന്മാരാ. സ്തോത്രം. യെബൂസൻ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥമൊക്കെ ഉണ്ട്. അവന്മാര് സിയോൻ കോട്ടയെ കുടിയിരിപ്പ് ശക്തികളാ. സകലയെണ്ണം കൂടെ ഒന്നിച്ചേച്ച് പറഞ്ഞു, ദാവീദിനെ കയറ്റരുത്, ഇവനെ കൊല്ലണം, ഇവനെ വകവരുത്തണം, ഇതോടെ തട്ടണം. അങ്ങനെ നിങ്ങളെ പറ്റിയൊക്കെ ചിലർ പറയും. ഇനി അവന് സഭ കൊടുക്കരുത്, അവൻ ശുശ്രൂഷിക്കാൻ ഇനി ഇടയാകരുത്, ഒറ്റ വേദിയിൽ അവനെ പോയി പണി നോക്കണമെന്ന് പറയണം. സ്തോത്രം. സ്തോത്രം. എടാ, ദൈവം നിന്നെ ഉയർത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ആദരിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. സ്തോത്രം. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. തീയിൽ കൂടി കിടക്കുമ്പോൾ നീ വെന്തു പോകത്തില്ല.
അഗ്നിയാലയൊന്നും നിന്നെ ദഹിപ്പിക്കത്തില്ല. നീ വെള്ളത്തിൽ കൂടി കിടന്ന് മുങ്ങിപ്പോകത്തുമില്ല. നിന്നെ പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന, സൂക്ഷിക്കുന്ന, രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പാട്ട് പാടരുതെന്ന് പറഞ്ഞാലും അന്ന് എന്നാ ചെയ്യാന്? തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകുമ്പോ പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയുമോ? ഓ, തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകുമ്പോ പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയുമോ? ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ ഞാൻ സൗഖ്യമായി, ഓരോ വിപത്തുകളിൽ ശാശ്വത ഭുജങ്ങള മറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഓ, ശാശ്വത ഭുജങ്ങള മറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. മുൻപടയായി പിൻപടയായി അതിമേഘ തൂണുകൾ സൈന്യങ്ങളിൽ അതിവൻ കൂടെയുള്ളതാ. ഓ, മുൻപടയായി പിൻപടയായി അതിമേഘ തൂണുകൾ സൈന്യങ്ങളിൽ അതിവൻ കൂടെയുള്ളതാ. യുദ്ധം യഹോവയ്ക്കുള്ള ഓർത്തുകൊള്ളുക, തൻ ശേഖക്കൊടി കീഴിൽ ആശ്വാസം പ്രാപിക്കാം. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഓരോ വിപത്തുകളിൽ ശാശ്വത ഭുജങ്ങളാ മാർവോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഓ, ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. നിനക്ക് വിരോധമുണ്ടാകും ഒരായുധവും ഫലിക്കത്തില്ല. ഞാൻ എപ്പോഴും ചിലതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെ ആയി പറയുന്നത്. മുമ്പേ കർത്തദാസൻ പറഞ്ഞതുപോലെ പുകഴ്ചയൊന്നുമല്ല, ഞാൻ ശരിക്കിരുന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യവും വേണം. ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട് പറയാം. വെളുപ്പിനെ കഴിഞ്ഞ് ഞാൻ താമ്പാറടിച്ച് പാട്ട് പാടി ആത്മാവി നിറയും. തമ്പേർ മേടിച്ച് വെച്ചിരിക്കും. വെളുപ്പിനെ ആമ്പാറടി ഞാൻ വീട്ടിൽ തമ്പേറടിച്ച് പാടുമ്പം വീട്ടിലുള്ളവരെല്ലാം എൻ്റെ കൂടെ പാടുന്നില്ല. ആ വീട്ടിലൊരെണ്ണത്തിന് ഞാൻ കിടത്തുകയല്ല. ഇവിടെ ഇത് സുവിശേഷ വേലയ്ക്ക് കിട്ടുന്നതാ ഇതെല്ലാം. നീ ഇതെല്ലാം പൂണന്റെ തീറ്റി നിന്ന് വെച്ച് മാണ്ട് കിടന്ന കേസ് വേറെയാ. വെളുപ്പിനെഴുന്നേറ്റ് പാട്ട് പാടും ഞാൻ. തൊണ്ട കടഞ്ഞ ദിവസങ്ങളും അതുപോലെ ക്ഷീണമാകുന്നതിലും ഉള്ളൊരു ചില മയം. അപ്പോൾ പാട്ട് പാടും. എന്നോട് ചോദിക്കുന്നത് എങ്ങനെ ഈ പാട്ടെല്ലാം ഇങ്ങനെയാ പഠിക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് 5-6 പാട്ട് പാടും. അറിയാൻ മേലാത്ത പാട്ടാണെങ്കിൽ അത് 10 ദിവസം പാടുമ്പോൾ 11 ദിവസം കാണാപ്പാടം പഠിക്കുക. അങ്ങനെ പഠിക്കുന്നത്. സ്തോത്രം. പേര് പറഞ്ഞു സ്തോത്രം ചെയ്യും. നശിക്കാനല്ല, നന്നാകാൻ. പ്രൈസ് ദി ലോർഡ്. നീ മുട്ടയിലിരുന്നാ മതി. ഇപ്പം മുട്ടയിലിരിക്കാൻ പലർക്കും നേരം. ദൈവത്തിന് മകത്ത് ഒരു ദോഷവും നിനക്ക് വരിക. പുസ്തകം അങ്ങനെ അവിടെ യഹോവയൊരു ദോഷവും തട്ടാതെ വേണം നിന്നെ, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. സ്തോത്രം. എന്നോടൊരിക്കലെ അടുത്ത കാലത്ത് ഒരാൾ, ഇപ്പോഴല്ല, ഒരു 2 വർഷം മുമ്പ് ഒരാൾ ചോദിച്ചു, ഇനി വെളിയിലോട്ടൊന്നും പോക്ക് നടക്കുകയില്ലായിരിക്കും ഇല്ലയോ? ഓ, അത് എല്ലാം കേൾക്കണ്ടെന്നോർത്ത് അങ്ങനെ ഞാൻ മനഃപൂർവ്വം പറഞ്ഞു. ഇങ്ങോട്ട് കയറിയിരിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. അതിന് പിന്നെയും കൊഞ്ചു വലിയും പോലെ പുറകോട്ട് വലിഞ്ഞോട്ട്.
ദൈവത്തിന് മഹത്വം. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ ആദരിക്കും. നീ വിശ്വസ്തയോടെ ദൈവത്തെ ഭജിച്ചാൽ മതി. പരമാർത്ഥികളെ, നീതിമാന്മാരെ, വിശ്വസ്തരെ മാനിക്കുന്നൊരു ദൈവം ഉണ്ടെന്നായി പറഞ്ഞു. അതല്ലേ യോനാഥാൻ ദാവീദിനോട് ഗോതമ്പ് വയലിൽ വെച്ച് പറഞ്ഞത്, ദൈവം നിന്നെ ഉയർത്തും കേട്ടോ. ഞങ്ങളുടെ അച്ചായൻ ശരിയല്ല, പിന്നെ അച്ചായൻ്റെ വീട്ടിൽ താമസിക്കുമ്പം ശരിയല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ, അതുകൊണ്ട് ഞാൻ അച്ചായൻ ശരിയല്ലെന്ന് പറഞ്ഞു. അതിനാ പറയണ്ട, ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ രാജാവാക്കും. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും, ദാവീദിന്റെ കയ്യിലും ശൗലിന്റെ കൈ കുന്തമാ, ദാവീദിന്റെ കൈ കിന്നരമാ. കിന്നരം നിങ്ങളെ പറഞ്ഞ് ദാവീദിന്റെ കൈ കിന്നാരം ഉണ്ടെന്ന്. ദാവീദ് ആരോടും കിന്നാരത്തിനൊന്നും പോയില്ല. ഇന്നത്തെ മിക്ക ദാവീദും കിന്നരമായി. എന്റെ ഭാഷയെ പറഞ്ഞ പുള്ളി ദൈവത്തെ ആരാധിക്കുക. അയാൾ കുന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുക കസാര, ആരെ കണ്ടാലും കുത്തം. വിചടിച്ച് ദാവീദിനെ കണ്ട ഒത്തിരി കുത്തിയതെല്ലാം ഭിത്തിയില്. ഭിത്തിക്ക് മുഴുവൻ തുളയെന്നും പുട്ടിയടിയാ. കൊട്ടാരത്തിലൊന്നും പെയിന്റർമാര്. ഇയാള് ഭൂതം കയറി കുത്തുന്നതെല്ലാം. അമ്മ ഒരു 10 കഴിഞ്ഞ് വിളിക്കാൻ പറയാമേ. അമ്മ 8:30 കണ്ടാ പറഞ്ഞിറങ്ങിയത്. ഇനി അത് ആരുടെയാന്ന് അവർക്ക് 2 പേർക്കും അറിയാം. അമ്മയല്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ശൗലിന്റെ കയ്യിൽ കുന്തം, ദാവീദിന്റെ കയ്യിൽ കിന്നരം. കുന്തം എടുത്തവനൊടുവിൽ കുന്തത്തെ കയറി. പള്ളയിലോട്ട് കയറ്റി. എന്നിട്ടും ചാകുന്നില്ലെന്നുള്ളതാ. വലിച്ചു കിടക്കുക. വലിച്ചപ്പോൾ പുള്ളി പുറകോട്ട് നോക്കിയപ്പോൾ ഒരുത്തൻ നിൽക്കുന്നു. നീ ആരാന്ന് ചോദിച്ചു. ഞാനാ മാലിക്, എന്നെ കൊല്ലടാന്ന് പറഞ്ഞു. അവള് പറയാം, എൻ്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്കുന്നെന്ന്, പോകുന്നില്ലെന്ന്. ഈ കുന്തമായിട്ട് ഒത്തിരി ഓടിയതല്ലേ. സ്തോത്രം. കിന്നരം വായിച്ചവനോ ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. വചനത്തിൽ തിട്ടം, വിശേഷിച്ച് മുണ്ടത്താനംകാർക്ക് വചനത്തിലൊക്കെ തിട്ടമുള്ളത് കൊണ്ടാണ് ആ റൂട്ടിൽ കൊണ്ടൊന്ന് പോയത്. അപ്പൊ എല്ലാവരും തനിക്ക് വിരോധമായി. ഫെലിസ്ത്യരും യബൂസ്യരും 5 പട്ടണക്കാർ എല്ലാം വിരോധമായി ഒന്നിച്ച് സംഘം ചേർന്നപ്പോൾ, അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്താ. ഞാൻ സങ്കീർത്തനമല്ല വിഷയം, പക്ഷെ അതിന്റെ 4-ാം വാക്യത്തിലാണെന്ന് സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നെന്ന് അല്ലേ വായിച്ചേ. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. 39-ാം സങ്കീർത്തനത്തിലും ഉണ്ട് സ്വർഗത്തിൽ വസിക്കുന്നവൻ. കർത്താവ് അവരെ നോക്കി. 39-ന്റെ 13 അമ്മാമേ. 37-ന്റെ 13 ഇല്ലേ? കർത്താവ് അവനെ നോക്കി ചിരിക്കും. കർത്താവ് അവനെ നോക്കി ചിരിക്കും. എല്ലാ ഭാഗവും പോകുന്നില്ല. 2-ാം സങ്കീർത്തനത്തിന് 4 പറയാ, സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. ഇത് മശീക സങ്കീർത്തനമാണ്. ഈ ഫെലിസ്ത്യർ ഒന്നിച്ചു കൂടുകയും യബൂസ്യര് ഒന്നിച്ചു കൂടുകയൊക്കെ ചെയ്ത് ഡയലോഗ് അടിക്കുമ്പം സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. 5-ാം അധ്യായത്തിലാണ് ഇവന്മാര് ഇതെല്ലാം കൂടെ കൂടുന്നത്. അന്നേരം സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുന്ന എന്നാന്നറിയാമോ? അതാ അതിലൊക്കെ വിചിത്രം. 5-ാം അധ്യായത്തിൽ ഇവർ ഒന്നിച്ചു കൂടിയേച്ച് ദുരാലോചനയെല്ലാം കഴിച്ചപ്പോൾ സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുന്നു. ചിരിക്കുന്നതിന്റെ കാര്യം 6-ന്റെ 14 പുള്ളി പൂർണ്ണശക്തിയോടെ ആരാധിക്കാൻ പോവുക. 6:14 വായിര്. ശാമുവേലിന്റെ 2-ാം പുസ്തകം 6:14. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്തു. അപ്പോൾ 2-ന്റെ 4 സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുന്നു.
5-ാം അധ്യായത്തിന്റെ 5-ലും 5-ന്റെ 18 യബൂസ്യനും പെലിസനും ഒന്നിച്ചുകൂടി വ്യർത്ഥമായ നിരൂപണങ്ങൾ നടത്തുമ്പോൾ സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുന്നതിന്റെ കാര്യം, എടാ നിന്റെ ഈ നിരൂപണങ്ങളൊന്നും ഏക്കത്തില്ല, അവൻ വീണ്ടും ദൈവത്തെ ആരാധിക്കാൻ പോവുക. 6:14 ഞാനിങ്ങനെ ഇടയ്ക്ക് കയറി പറഞ്ഞങ്ങ് പോകാം. 6:14 പൂർണ്ണശക്തിയോടെ ആരാധിച്ചപ്പോൾ ദൈവം ചില കാര്യം ചെയ്തു. 7:1 യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി. 6:14 പൂർണ്ണശക്തിയോടെ ദൈവത്തെ ആരാധിച്ചപ്പോൾ 7 ചുറ്റുമുള്ള ശത്രുക്കളെ ദൈവം അടക്കി. നീ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിച്ചാൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുക്കളെ ദൈവം അടക്കും. നമ്മളാരെ അടക്കാൻ പോകണ്ട, പുള്ളി അടക്കിക്കോളും. യഹോവ ചുറ്റുമുള്ള ശത്രുക്കളെ അടക്കി. ഇനി 8:1 വായിച്ച. 8:1 അനന്തരം ദാവീദ് ഫെലിസ്ത്യരെ ജയിച്ചടക്കി മൂലസ്ഥാനത്തിൽ ഭരണം ഫെലിസ്ത്യരുടെ മൂലസ്ഥാനം ക്യാപിറ്റല് അതും പിടിച്ചു. ഈ ചാട്ടവും തുള്ളലും എല്ലാം നടന്നെങ്കിലും തലസ്ഥാന നഗരി ശത്രുവിന്റെ കയ്യിലാണ്. അത് കിട്ടിയത് പൂർണ്ണ ശക്തിയോടെ ആരാധിച്ചു കഴിഞ്ഞപ്പോഴാണ്. ദീർഘവർഷങ്ങളായി ബന്ധുക്കോസിൽ ഇരിക്കുക, പക്ഷെ ഇതുവരെ തലസ്ഥാനം പിടിച്ചടക്കാൻ ചുമ്മാ ഇങ്ങനെ കുടയുന്നല്ലാതെ പൂർണ്ണശക്തിയോടെ ദൈവത്തെ ആരാധിച്ചപ്പോൾ ശത്രുക്കളെ ദൈവം അടക്കി. എനിക്ക് വചനം ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചിലർ നന്നായിട്ട് ആസ്വദിക്കുന്നതായിട്ടും മനസ്സിലാകുന്നു. ചിലങ്ങനെ മൗനമായിട്ടിരിക്കുന്നെങ്കിൽ ഇങ്ങനെ അയവറക്കുന്നുണ്ട്, എനിക്കറിയാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പൂർണ്ണശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു. അന്നേരം ദാവീദിന്റെ ഭാര്യ മീഖള് പറഞ്ഞു, മച്ചാൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് കാണുക, ഇവള് ഏതാണ്ട് എനിക്ക് വന്ന് ക്ലബിൽ ഏതാണ്ടോ മെമ്പർഷിപ്പ് ഉണ്ട്, എന്തോ ഒരു ക്ലബുണ്ടല്ലോ, എന്തോ വുമൻസ് മുണ്ടത്താനം വുമൻസ് ഫെലോഷിപ്പ്. അപ്പം ദാവീദ് പൂർണ്ണശക്തിയോടെ ദൈവത്തെ ആരാധിച്ചപ്പം ഇവള് തിരിച്ച് വീട്ടിൽ കൊട്ടാരത്തിൽ വന്ന് പറഞ്ഞു, ആശാൻ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആരാധനയൊന്നും, നമ്മൾ ഏത് ഫാമിലി ആണെന്ന് കരുതണം. നമ്മൾ മുണ്ടത്താനത്തെ നമ്പർ 1 ഫാമിലിയാണ്. ചുമ്മാ ഗതിയും ഗത്യന്തരം അല്ലാത്ത തോമ കിടന്ന് തുള്ളും പോലെ അച്ചായൻ തുള്ളരുത്. നമ്മൾ റോയൽ ഫാമിലിയാ, തന്നെ നമ്മൾ അരിസ്റ്റോക്രാറ്റ്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ? നമ്മൾ മുണ്ടത്താനത്തെ നമ്പർ 1 അതുകൊണ്ട് നമ്മൾ റോയൽ ഫാമിലിയാണ്. നമ്മുടെ ഫാമിലിയുടെ സ്റ്റാറ്റസ്. ദാവീദ് പറഞ്ഞ്, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എടി വിവരദോഷി, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ ദൈവം എന്നെ തെരഞ്ഞിവിടെ കൊണ്ടുവന്നു. ഞാൻ ആടുകളെ മേയിച്ച വനാന്തർഭാഗത്തായിരുന്നു. കലാപുലി പോലെ എൻ്റെ ചേട്ടന്മാരെല്ലാം ശൗലൻ്റെ നിന്റെ അപ്പൻ്റെ കൂടെ മിലിറ്ററിയിലും ഉണ്ടായിരുന്നു. എനിക്ക് വലിയ പൊക്കവും വകുപ്പും ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് എന്നെ ആടിനെ തീറ്റാൻ അങ്ങ് പോയി. പിന്നെ വേദപഠിതാക്കളെ ചിലർ പറയുന്നത് ഇശായിയുടെ 2ാം കെട്ടിലെ ആരെന്നാ പറഞ്ഞത്, ദാവീദ് എന്നൊരു. അപ്പം അതിൻ്റെതായ ഒരു അതുകൊണ്ടാ പുള്ളി പറഞ്ഞ എൻ്റെ അപ്പനും അമ്മയും എന്നെ 2ാം അമ്മയ്ക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നെന്ന തള്ള പൂള് വെച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനത്തെ തള്ളമാരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പൂള് വെക്കാൻ നല്ല ഉള്ള കാഞ്ഞ പൂള് വെച്ചാൽ പമ്മി ഇരുന്ന് ഗ്ലോറി എന്നൊക്കെ പറയുന്നു, ഒക്കെ അറിയാം. അപ്പൊ നല്ല പൂള് വെച്ച് കൊടുത്തു. അതുകൊണ്ട് ഇവരെ അങ്ങനെ ആടിനെ മേയ്ക്കാൻ കാട്ടിലോട്ടും വിട്ടു. പക്ഷേ ശാമുവേൽ പ്രവാചകൻ വീട്ടിൽ വന്നപ്പം പറഞ്ഞു, ഒരുത്തനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ഇറക്കി വിടാൻ. ഷമ്മ വന്നു, ഏലിയാബ് വന്നു, ശിമയി വന്നു. എല്ലാം നല്ല കയ്യും കോട്ടുമൊക്കെ കെട്ടി ആരുടെ ഇപ്പൊക്കെ ലെഫ്റ്റ് റൈറ്റ് വെച്ചൊക്കെയാ വരുന്നത്. നമ്പരാൻ പറഞ്ഞ ചുവടുമൊക്കെ ഉള്ളു, ശുശ്രൂഷയ്ക്ക് ഉള്ളുകല്ലെന്ന് പറഞ്ഞു. ശുശ്രൂഷയ്ക്ക് അവസാനം ചോദിച്ചു, ഇശായി അതിൻ്റെ പിള്ളേരെല്ലാം ആയോ എന്ന് ചോദിച്ചാൽ, ഇനി ഒരുത്തനുണ്ട്. ഏതാ? ആടിൻ്റെ മണവും മൊശയുടെ മണമൊക്കെയാന്ന് പറഞ്ഞു. എന്നാൽ അവനെ ഒന്ന് വിളിക്കാം, അവൻ വരാതെ ഞാൻ പന്തിക്കിരിക്കുകയല്ല. നിന്നെ പേര് പറഞ്ഞ് ദൈവം കൊണ്ടുവരും. ശൗമേൽ പറഞ്ഞ അവൻ വരാതെ ഞാൻ. എന്നാ കാര്യം? നീ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ പേര് സെലക്ട് ചെയ്യും. ആരോടും പറയണ്ട,
അച്ഛാ എൻ്റെ പേരൂടെ ഒന്ന് പറയണേ, എൻ്റെ പേരൂടെ ഒന്ന് മണ്ടരുത്. നമ്മളങ്ങനല്ല. എന്നാ ഇനി ബോധം ഉണ്ടാകുന്നത്? അല്ല, പേര് പറയണമെന്ന് യോസേപ്പ് പറഞ്ഞു വിട്ടായിരുന്നു. കൊച്ചേട്ടൻ അവിടെ ചെല്ലുമ്പോ എൻ്റെ പേരൂടെ ഒന്ന്. കൊച്ചുവേട്ടൻ പറഞ്ഞു, അയ്യോ എന്നാ വർത്താനമാ പറയുന്നത്, ഞാൻ പിന്നെ ആരുടെ പേര് പറയാൻ അങ്ങോട്ട്. അവൻ അന്ന് മറന്നു, പക്ഷെ ദൈവം മറന്നില്ല. പേര് പറഞ്ഞു വിളിപ്പിക്കും. ശമൂവേൽ പറഞ്ഞു, അവൻ വരാറ ഞാൻ പന്തിക്കിരിക്കുകയാണ്. കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു. ആടിനെ എല്ലാം കൂടെ നല്ല ഇടയന്റെ കയ്യിലോട്ട് കൊടുത്തേക്ക്. എൻ്റെ ഭാവനയാകട്ടോ, ഒരു വടിയുണ്ട്, പിന്നെ കോലുമുണ്ട്, കിന്നരവും ഉണ്ട്. കോലും വടിയും ഇങ്ങനെ വെച്ച് കിന്നരം വായിച്ചുകൊണ്ട് വരിക ദാവീദ്. ഏത് പാട്ടാണെന്ന് ചോദിച്ചാൽ അന്ന് ഏതാ പാടിയെന്നൊന്നും എനിക്കറിയാമല്ല. ഇന്നാണെങ്കിൽ മിക്കവാറും ഇതായിരിക്കും സാധ്യത. യാഗ് നല്ല ഇടയൻ എന്നുമെന്റെ പാലകൻ, ഇല്ലെനിക്കു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ യോഗത്തിന് വിളിച്ചില്ലല്ലോ. ശൗമേല് വന്നപ്പം എല്ലാരെയും വിളിച്ചില്ലയോ പന്തിക്ക്? എന്നെ വിളിച്ചില്ലല്ലോ യോഗത്തിന്. ഇല്ലെനിക്കു ഖേദമൊന്നുമേ, യാഗ് നല്ല ഇടയൻ എന്റെ പാലകൻ, ഓ ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ഇങ്ങനെ എന്റെ ഭാവനയാ. ഇങ്ങനെ കിന്നരം വായിച്ചു എന്തുവാ തൂര്യനാദത്തില്. രാഗം ഏതാണെന്നൊന്നും എനിക്കറിയാം. ഏത് രാഗമായിരിക്കും? പല രാഗമുണ്ട്. ഏതൊക്കെ രാഗം? അല്ല, സങ്കീർത്തനത്തിലെ നശിപ്പിക്കരുതെന്ന രാഗമാണോ? അല്ല, നമ്മുടെ രാഗം മുഴുവനും മിക്കതും ചാക്കോ സാർ എപ്പോഴും പറയുമായിരുന്നു, എമ്മി ചാക്കോച്ചാൻ ഞങ്ങൾ പാട്ട് കുഞ്ഞെ കുഞ്ഞെ നശിപ്പിക്കരുതെന്ന രാഗത്തിൽ. സ്തോത്രം. ഏതായാലും കൊള്ളാൻ നല്ല തൂര്യനാദത്തിലെ രാഗത്തിൽ പാട്ട് പാടി കിന്നരം വായിച്ച് ഇങ്ങോട്ട് വരും. എൻ്റെ ഭാവനയാ, ശൗമന്റെ കയ്യിലുള്ള തൈലക്കൊമ്പ് പറക്കാൻ തുടങ്ങി. തൈലക്കൊമ്പ് പറച്ചു വെച്ച് പറഞ്ഞാണ്ട വരുന്നെന്ന് പറഞ്ഞാണ്ട പയ്യൻ, ആ സുനേത്രൻ, കോമളരൂപി, പിന്നെ കിന്നര വായനയിൽ നിപുണൻ, അവന്റെ തലേ വേണം ഈ കൊമ്പിലെ തൈലം ഒഴിക്കാൻ. എല്ലാവരുടെ മധ്യത്തിൽ വെച്ച് ഒഴിച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു, നീ ചുമ്മാ വിവരക്കേട് വിളിച്ച് പറയരുത്. നിന്റെ അപ്പനും നിന്റെ കുടുംബക്കാരും എന്റെ കുടുംബക്കാരും ചേട്ടായിമാരുമല്ല നോക്കി നിൽക്കുമ്പോൾ എന്റെ ദൈവം എന്നെ കണ്ടിവിടെ കൊണ്ടുവന്നതാ. ഞാൻ ഇനിയും ദൈവത്തെ ആരാധിക്കും. ഞാൻ പൂർണ്ണശക്തിയോട് ആരാധിക്കും. ഞാനൊരു ചിന്ത പറയാം, നിങ്ങൾക്ക് വചനത്തിൽ തൊട്ടാണ്. ആരാധനയ്ക്കെതിരെ നിന്ദിച്ച മീകളിന് തലമുറ ഉണ്ടായില്ല, ആരാധിച്ച ദാവീദിന് തലമുറ ഉണ്ടായി. ആരാധനയെ പരിഹസിച്ച് നിന്ദിച്ച് ആക്ഷേപിച്ച മീകളിന് എന്റെ ഭാഷ കുഞ്ഞിക്കാല് കാണാൻ ഒത്തില്ല. പക്ഷെ ആരാധിച്ച ദാവീദിന് ദൈവം മാത്രമാണ്. ഒരു കാര്യം പറഞ്ഞ ആ ഭാഗം വിട്ടേക്കാം. ആരാധിച്ച ദാവീദിനോട് ദൈവം ഒരു ദൂത് പറഞ്ഞു. 89 സങ്കീർത്തനത്തിന്റെ 29 അറിവുള്ള വാക്യമാണ്. 89:29 പെട്ടെന്ന് വായിരും മിനിയാൻറ്റി. ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായും അവന്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളവും നിലനിർത്തും. എങ്ങനുണ്ട്? ആരാധിച്ചവനോടായത് പറഞ്ഞേ. പൂർണ്ണശക്തിയോടെ ദൈവത്തെ ആരാധിച്ചവൻ, ദൈവത്തെ മഹത്വപ്പെടുത്തിയവനോട് പറയുക, ഞാൻ അവന്റെ സന്തതിയെ ആകാശമുള്ള കാലത്തോളം. പ്രൈസ് ദി ലോർഡ്. ആരാധനയിൽ നിന്ദിച്ചവർക്ക് സന്തതി ഉണ്ടായില്ല, പക്ഷെ ആരാധിച്ച ദാവീദിന് തലമുറയുണ്ടായി. അത് ഊത് പറയുക, നിന്റെ സന്തതി ആകാശമുള്ള കാലത്തോളം. എല്ലാം എടുക്കാൻ നേരമില്ല. 35 കൂടെ വായിച്ചോ ചേർത്ത്. 35. ഞാൻ ദാവീദിനോട്, ഞാൻ ഒരിക്കൽ എന്റെ വിശുദ്ധ കൈകൊണ്ട് എന്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയുകയില്ല. ഞാൻ ഒരിക്കൽ എന്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തു. അടുത്തത്, ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയും. ആരാധിക്കുന്ന നിന്നോട് ഭോഷ്ക് പറയത്തില്ല. നിന്റെ തലമുറയെ ഉയർത്താമെന്ന് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ഉയർത്തും.
പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവം പോസ്റ്റ് പറയത്തില്ല. മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി അവരുടെ കെട്ടുകളെ പൊട്ടിക്കും, അവരുടെ കെട്ടുകളെ പൊട്ടിക്കും, കയറുകളെ അറക്കും. ദൈവസഭയ്ക്കെതിരെ, ദേശത്തിനെതിരെ, ആത്മാക്കളുടെ വിടുതലിനെതിരെ, കുടുംബങ്ങളുടെ ഉന്നമനത്തിനെതിരെ തടഞ്ഞു നിൽക്കുന്ന പോരുകളെ ദേശാധിപതികളുടെ ശക്തികൾ ഇന്ന് രാത്രി അടിയട്ടെ. വടക്കിനോട് തരികാങ്ങും തെക്കിനോട് തടുത്തു വെക്കണ അരുളി ചെയ്ത ദൈവത്തിന്റെ ശക്തി ദേശത്തിന്റെ പള്ളക്കാട് ഇന്ന് രാത്രി ഇളകട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, അന്ധകാരത്തിന്റെ കോട്ടകൾ അടിക്കട്ടെ. ഇന്ന് രാത്രി വിടുതൽ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി മുണ്ടത്താനം ദേശം വിടിവിക്കപ്പെടട്ടെ. ഓ വെള്ളാമൂര് മുണ്ടത്താനം ഒക്കെ വിടിവിക്കപ്പെടട്ടെ. ദൈവ പ്രവർത്തി ഇന്ന് രാത്രി, ഈ രാത്രി വെളിപ്പെടട്ടെന്ന്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഓ അവരുടെ കെട്ടുകളെ പൊട്ടിക്കണം. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഈ രാത്രി രോഗശാന്തി നടക്കട്ടെ, പൂരങ്ങൾ വിട്ടുമാറട്ടെ. ജനം ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നാമത്തിൽ പൂരങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. മരണകരമായത് കുടിച്ചാലും കഴിച്ചാലും നിനക്ക് ഹാനി വരുകയല്ല. ഓ ഓ ദൈവത്തിന്റെ മഹത്വം സ്വർഗത്തിലേക്ക് ചിരിക്കുന്നു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും, നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഓ ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഓ ഇന്ന് രാത്രി വിടുതൽ, വിടുതൽ, വിടുതൽ. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ ഭവനത്തിന്റെ അകത്ത് ദൈവം വിടുതലയക്കട്ടെ. സന്തതികളുടെ മേൽ ദൈവം വിടുതലയക്കട്ടെ. ദേശത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കട്ടെ. ദേശാധിപതികളുടെ ശക്തികൾ ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ. അന്ധകാരത്തിന്റെ കോട്ടകൾ ഈ രാത്രി അടിക്കട്ടെ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നത് എന്ത്? സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ഞാന് ദീർഘമാക്കുന്നില്ല. ഇപ്പൊ നിർത്തണോ അതോ ഇസ്മാമേ നിർത്തട്ടെ? ദൈവം അനുവദിച്ചാല്, കർത്താവ് വരാൻ താമസിച്ചാല്, ഇനിയും എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം കൂടാം. അടുത്ത കൊല്ലം വേണേ ഒരു 2 ദിവസം അങ്ങ് പറയാം. എന്താ? സ്തോത്രം. ഞാൻ അച്ചായനോട് പറഞ്ഞു, എന്തുവാന്ന് പറഞ്ഞു, എൻ്റെ മട്ടം പിടിച്ചതേ ഉള്ളു, ഭാഗത്തേക്ക് വന്നില്ല. ദൈവത്തിന് മഹത്വം. വഴിയിൽ വെച്ച് നശിക്കരുത്. നിന്റെ വഴിയിൽ നിനക്കെതിരെ വരുന്നുണ്ട്. ഏതായാലും എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തുകൊണ്ട് ഒരു വാക്യം വായിച്ച് നിർത്താം. വഴിയിൽ വെച്ച് നശിക്കരുതെന്നല്ലേ? വഴിയിൽ നശിപ്പിക്കാൻ ആളുണ്ട്. ഒരു വാക്യം ഒന്ന് വായിച്ചു. അറിവുള്ള വാക്യമാണ്. ഉൽപ്പത്തി 31:22. അറിവുള്ള വാക്യമാണ്. ഒന്ന് വായിച്ചു തരാം മാമേ. മിനിമാമേ പൈര് കണ്ടാ താഴെ കണ്ണിങ്ങ തുടങ്ങുന്നിടത്ത്. യാക്കോബ് ഓടിപ്പോയെന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. യാക്കോബ് ഓടിപ്പോയെന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ തന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസം 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു. 7 ദിവസത്തെ വഴിയിൽ വെച്ച് നശിക്കരുതെന്ന അങ്ങേർക്ക് വരുന്ന ബത്തപ്പാട്. 7 ദിവസത്തെ
വഴിയിൽ ലാബാന്റെ ശക്തിയുണ്ട്. നിന്റെ പുറകേ വരും. അവിടെ ലാബാൻ പുറകെ വന്നത് തന്തപ്പടിയുടെ ബിംബം തള്ളച്ചിയുടെ കയ്യില, റേച്ചലാൻഡിയുടെ കയ്യിൽ. അമ്മയുടെ പേരൊക്കെ നല്ല പേരാണ്, റേച്ചൽ ജേക്കബ്. പേരൊക്കെ കേട്ടാൽ നല്ല പിള്ളേരുടെ ഭാഷ കിടിലം പേരാ. കൈക്കകത്ത് മുഴുവൻ ലാഭം പുറകെ വരിക. ഞാൻ വിസ്തരിക്കുന്നില്ല. കർത്താവ് ചെയ്തില്ല. അടുത്ത പ്രാവശ്യം എന്തോ അമ്മ വേണ്ട പറഞ്ഞ് വിസ്തരിക്കണമെന്നാണോ വിസ്തരിക്കേണ്ടെന്നാണോ വേറെ വിഷയമാണ്. ആയിക്കോട്ടെ, ഒക്കുന്നെങ്കിൽ പിന്നീട് ഒരു കാര്യം പറഞ്ഞ് നിർത്താം. 7 ദിവസത്തെ വഴി യാക്കോബിന്റെ പുറകെ വരിക. പക്ഷെ ഗിലെയാദ് പർവ്വതത്തിന്റെ അടുത്തെത്തിയപ്പോൾ ദൈവം ലാബാനെ അങ്ങ് തടഞ്ഞു. അവിടെ ഒരു പദമുണ്ട്, ഒപ്പമൊക്കെ എത്തും. പക്ഷെ നിന്നെ തൊടാൻ ദൈവം അനുവദിക്കുകയാണ്. ഒപ്പം എത്തി നിന്നെ പിടിക്കുമെന്നൊക്കെ തോന്നും, പക്ഷേ നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. യാക്കോബിന്റെ ദൈവം ലാബാനോട് പറഞ്ഞു, പിന്നെ നീ ഗുണവും ചെയ്യണ്ട, ദോഷമൊന്നും ചെയ്യണ്ട. അവൻ സ്തോത്രം. യാക്കോബിൽ തിന്മ കാണാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവന്റെ ദൈവമായ യഹോവ അവന്റെ കൂടെയുണ്ട്. രാജകോലാഹലം അവരുടെ നടുവിലുണ്ട്. ആ വിചാരം യാക്കോബിന് പറ്റത്തില്ല. നിന്റെ ഒരു ദോഷവും നടക്കത്തില്ല. ഇന്ന് രാത്രി നിന്നെ ചുറ്റി പരിപാലിക്കുന്ന ദൈവമുണ്ട്. വഴിയിൽ നീ നശിച്ചു പോകാൻ ലാബാൻ വരുമ്പോൾ ദൈവം അവനെ തടുക്കും. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങാൻ പോവുക. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഒക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും ബാക്കി നടത്തിപ്പൊക്കെ ഉണ്ടായി ചിന്തിക്കാം. ദൈവത്തിന് മകത്തെ എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസിക്കും കൂടെ പ്രവർത്തിക്കുന്ന സഹോദരിമാർക്കും എല്ലാ ദൈവദാസന്മാർക്കും അച്ചായനും എല്ലാവർക്കും നന്ദി. ഇതുവരെ എന്നെ കേട്ടിരുന്ന ദൈവകുഞ്ഞുങ്ങൾക്കും ഒത്തിരി പേരവിടെ ദൈവദാസന്മാരുണ്ട്. നിങ്ങൾക്കെല്ലാം നന്ദി. പിന്നെ എപ്പോഴും പറഞ്ഞേ ഒക്കുള്ളൂ, ഞാൻ ഇതുവരെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ്. ഇനി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ആവശ്യമാണ്. ഓർക്കും അമ്മയെ പ്രാർത്ഥിക്കണേ. അമ്മ നന്നായിട്ട് തുള്ളുകയും ചാടുകയും ചെയ്യുന്നില്ല. അമ്മ പ്രാർത്ഥിക്കണം. സ്തോത്രം. നന്നായി പ്രാർത്ഥിക്കണേ. എല്ലാവരും പ്രാർത്ഥിക്കണേ എനിക്ക് വേണ്ടി. ദൈവത്തെ നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുക. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ.